ഇടുക്കി ജില്ലാ കലക്ടർ വാസുകി പറഞ്ഞിരിക്കുന്നത് ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യം പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന്. ഈ പേടിപ്പിക്കുന്നവരുടെ കാര്യം പോട്ടെ, പേടിക്കുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും? ആളുകളെല്ലാം ഭീതിയിലാണെന്നേ. വയനാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഗവൺമെന്റ് വിചാരിച്ചോ? ഗവൺമെന്റിന്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് വിചാരിച്ചോ? ഏതെങ്കിലും ഇത്രയും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള നിലവാരവുമുള്ള ഉന്നത നിലവാരത്തിലുള്ള സമിതിയുടെ അഭിമുഖത്തിന് ശേഷം വരുന്ന കലക്ടർമാരാരെങ്കിലും ഇത് സൂചിപ്പിച്ചിട്ടോ? ആരും സൂചിപ്പിച്ചിട്ടില്ല. ആകെ സൂചിപ്പിച്ചിട്ടത് മാധവ് ഗാഡ്ഗിലും അതുപോലെ തന്നെ കസ്തൂരി രംഗനും പിന്നെ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ചിലരുമാണ്. അതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഇരുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ജൂലൈ 20 മുതൽ പല ദിവസങ്ങളിലായിട്ട് അതിന്റെ മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരുന്നു. അതൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഒരു കലക്ടറും ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ പേടിപ്പിക്കരുതെന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ മുല്ലപ്പെരിയാർ പൊട്ടുകയില്ലെന്ന് പറയാൻ? നിങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയൂ. ആളുകളെ പേടിപ്പിക്കുന്നവർക്കാരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്തിനാ? അതാണോ വേണ്ടത്? ഈ അവസരത്തിൽ അവരുടെ ആശങ്കകൾ അകറ്റാൻ വേണ്ട വസ്തുതകൾ, ശാസ്ത്രീയ വസ്തുതകൾ അതിപ്പോ വിരൽത്തുമ്പിൽ ലഭ്യമാണല്ലോ. അങ്ങനെ ഏതെങ്കിലും പറയാനുണ്ടോ? മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ജനങ്ങൾക്ക്? ആർക്കാണ് അത് കൊടുക്കാൻ പറ്റുക? അപ്പൊ നമ്മളുടെ ഈ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നോക്കാൻ പറ്റുകയില്ല, അറിയാനും പറ്റുകയില്ല. കാരണം കാലാവസ്ഥ വളരെയധികം വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. അത് മുഖ്യമന്ത്രി തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കണം എന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പഠിച്ചു വരുമ്പോഴത്തേക്ക് ഇത്ര പേരുടെ ജീവൻ പോയി, 500ഓളം പേരുടെ ജീവൻ അവിടെ പോയിട്ടുണ്ട്. പലരുടെയും അവശിഷ്ടങ്ങൾ പോലും കിട്ടാനില്ല. ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ്. ഇനി കാരണം പഠിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടാവും. വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള കാരണങ്ങൾ അപഗ്രഥനം ചെയ്തിട്ടുണ്ട്. ഒന്ന്, ജൂൺ ആദ്യവാരം മുതൽ ഈ മേഖലയിൽ കാലവർഷം ശക്തമായി ഇരുന്നു. അപ്പോൾ തന്നെ നമ്മൾ നിവാരണ നടപടികൾ കൈക്കൊള്ളേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായില്ല. ജൂലൈ 29 ഉരുൾപൊട്ടലിന്റെ തലേന്ന് 200.2 മില്ലിമീറ്റർ മഴ, അതുപോലെ തന്നെ 30-ന് 377 മില്ലിമീറ്റർ, തുടർച്ചയായി 48 മണിക്കൂറിൽ 577 മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത്. അങ്ങനെ പെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ദുരന്തം ഉണ്ടാവും എന്നുള്ള അറിയാം. ഒരു നടപടിയും ഉണ്ടായില്ല. ഇങ്ങനെ ഇത് വരുന്നത് തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണെങ്കിലും അത് പരിഹരിക്കേണ്ടത് ഗവൺമെന്റിന്റെ മെഷീനറി, കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ചുമതലയാണ്. അതൊന്നും ചെയ്യാതിരുന്നിട്ട് ജനങ്ങളെ പേടിപ്പിക്കുന്നത് എന്തിനാ? നിങ്ങളല്ലേ ജനങ്ങളെ പേടിപ്പിക്കുന്നത്? ജലാകിരണം, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രവും സമീപ സ്ഥലങ്ങളും വൃക്ഷനിബിഡമായിരുന്നത് ഉയർന്ന നിലത്തിലുള്ള ജലാകിരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടി മഴയും കൂടെ ആയപ്പോഴാണ് പ്രശ്നം രൂക്ഷമായത്. അതുപോലെ ഇവിടുത്തെ വയനാട്ടിലെ പ്രകൃതിയുടെ പ്രത്യേകത കളിമണ്ണ് കലർന്ന കറുത്ത ലാറ്ററൈറ്റ് മൺതരിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതിലെ ചെറു സുഷിരങ്ങൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ജലാകരണം കൂടുതലാകുകയും തീവ്ര മഴ പെയ്യുമ്പോൾ അത് ഭീകരമാവുകയും ചെയ്യും. അതാണ് നമ്മൾ പുഞ്ചിരിമട്ടത്ത് അതിൽ മേപ്പാടിയിലെ ഒക്കെ കണ്ടത്. അതുപോലെ കാറ്റിൽ വിളഞ്ഞ് മരങ്ങൾ മറിഞ്ഞാൽ മണ്ണ് തെന്നി മാറുന്നത് വേഗത്തിലാകും. അതും സംഭവിച്ചു. കാറ്റും ഉണ്ടായിരുന്നു. സ്വാഭാവിക വനങ്ങളിൽ കാണുന്ന സോയിൽ പൈപ്പിങ്ങും ചെറു സുഷിരങ്ങളിൽ വഴിയുള്ള നിർഗമനവും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലും അത് ബാധിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആക്കാൻ പാടില്ലായിരുന്നു. അവിടെയാണ് പറ്റിയ തെറ്റ്. തന്നെ മാത്രമല്ല, അവിടെ യാതൊരുവിധമായ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, അത് കൃഷിയിലാകട്ടെ, ക്വാറിയിങ്ങിലാകട്ടെ, വ്യവസായത്തിലാകട്ടെ, റിയൽ എസ്റ്റേറ്റിലാകട്ടെ പാടില്ല. അത് വീണ്ടും ദുർബലപ്പെടുത്തുകയാണ് പ്രകൃതി. അതുപോലെ മഴ കുടിച്ച് കുതിർന്ന മലകളുടെ അകത്തട്ടുകളിൽ സംഭരിച്ച വെള്ളം അതിശക്തമായ മർദ്ദത്താൽ പുറന്തള്ളൽ സാഹചര്യം ഉണ്ടാവുകയും മണ്ണ് ദുർബലപ്പെട്ട് സ്ഥാനഭ്രംശം സംഭവിക്കുന്ന വേളയിൽ മലയിൽ സംഭരിച്ച വെള്ളം ജലബോംബ് കണക്കി പൊട്ടിത്തെറിച്ച് പുറന്തള്ളുകയും ചെയ്യും. ആ ഒരു ജലബോംബ് തന്നെയാണ് മേപ്പാടിയിൽ ഉണ്ടായത്. ഇതൊക്കെ വിദഗ്ധർ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിനുള്ള നിവാരണ നടപടികളാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. അല്ലാതെ ജനങ്ങളെ പേടിപ്പിച്ചിട്ടോ മാധ്യമങ്ങളെ പേടിപ്പിച്ചിട്ടോ സാമൂഹിക മാധ്യമങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തിയിട്ടോ കാര്യമില്ല. വാസ്തവത്തിൽ ഈ ജാഗ്രത അവർക്കും കൈക്കൊള്ളാമായിരുന്നു. അവരും കൈക്കൊണ്ടില്ല. അവർ കൈക്കൊള്ളാതിരുന്നതാണ്, സോഷ്യൽ മീഡിയ കൈക്കൊള്ളാതിരുന്നതാണ് അവർ ചെയ്ത തെറ്റെന്നാണ് ഞാൻ പറയുന്നത്. മേപ്പാടിയിൽ ദുരന്തം ഇത് എന്തുകൊണ്ട് ഇപ്പൊ മുല്ലപ്പെരിയാർ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അവർ ചൂണ്ടിക്കാണിച്ചില്ല? ഞാൻ അതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തുന്നത്. ആ ജാഗ്രത ഗവൺമെന്റിന് ഉണ്ടാകാൻ സഹായിക്കുന്ന ഒന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്നത്. നിങ്ങൾ പരിശോധിക്കേണ്ടത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാഹചര്യത്തിൽ സമാനമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തം വരാൻ ഇടയില്ലേ? വിദഗ്ധരോട് നിങ്ങൾ ചോദിക്കൂ. അതില്ലെങ്കിൽ ഇല്ലെന്ന് ഉറപ്പ് പറയൂ ജനങ്ങളോട്. അതല്ലേ വേണ്ടത്? അല്ല ആളെ പേടിപ്പിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ, മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇവിടുത്തെ 1 ഘനമീറ്റർ മണ്ണിന് 2 ടണ്ണാണ് ഭാരം.
മഴ കുടിച്ചു കുതിർന്നാൽ 3 ടൺ വരെ ഭാരം വരുമെന്നാണ് പറയുന്നത്. ഇതൊക്കെയല്ല ഗർഭശാസ്ത്രജ്ഞന്മാർക്ക് അല്ലെങ്കിൽ ജിയോളജിസ്റ്റുകൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അവരോട് സംസാരിക്കൂ. ഇടുക്കിയിൽ ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കൂ. ഇല്ലെന്ന് ഉറപ്പ് വരുത്തൂ. ആ ഉറപ്പ് ജനങ്ങൾക്ക് നൽകൂ. രേഖാമൂലമായിട്ട് തന്നെ നിങ്ങളുടെ ആപ്പുകളിലോ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾ വഴി ഇത് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുമല്ലോ. അതല്ലേ ചെയ്യേണ്ടത്. ആ ഒരു പരിരക്ഷയെ നൽകുന്നതിന് പകരം ആളെ ഭയപ്പിക്കും. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ മാധ്യമങ്ങളെ നിങ്ങൾ പഴിചാരരുത്, പേടിപ്പിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. അത് കഴിഞ്ഞിട്ടില്ല. പേടിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിപ്പിക്കുന്നത് ശരിയല്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം ഇങ്ങനെയുള്ള ഭീഷണികൾ ഉണ്ടാവാൻ. നമുക്കിപ്പോ ഒന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത അവസ്ഥയാണ്. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ, ഈ മേപ്പാടിയുടെ കാര്യത്തിൽ നിങ്ങൾ മാറ്റി താമസിപ്പിച്ച ആളുകൾ താമസിക്കുന്ന ഏരിയയിലാണ് ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു അവിടെ കുഴപ്പം സംഭവിക്കില്ല. അങ്ങനെയല്ല ജനങ്ങൾ കുറെ പേരുടെ ജീവൻ പോയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഗ്യാരണ്ടി പോലും, നിങ്ങളുടെ ഉറപ്പ് പോലും ഉറപ്പല്ല. മണ്ണിന് ഉറപ്പില്ലാത്ത ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണിൽ എന്നതുകൊണ്ട് തീർച്ചയായിട്ടും മാധ്യമങ്ങളെ അല്ല പഴിചാരേണ്ടത്. നിങ്ങൾ വിദഗ്ധരുടെ സഹായത്തോടുകൂടി ശരിയായിട്ടുള്ള ഗവേഷണം നടത്തി, ശരിയായിട്ടുള്ള വിലയിരുത്തൽ നടത്തി, ശരിയായിട്ടുള്ള കുടിയിരുത്തലുകൾ നടത്തുക. അത് തന്നെയാണിപ്പോ ഈ സന്ദർഭത്തിൽ ആവശ്യമായിട്ടുള്ളത്.